ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് കുട്ടികളുടെ ഒരു ബർത്ത്ഡേ വീഡിയോ എഡിറ്റിംഗ് ആണ്. നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷനാണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. നമുക്ക് ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ നമുക്കൊരു ബർത്ത്ഡേ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് പറയുന്നത്. ഇതിനകത്ത് ഞാൻ ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. ബാക്കി എഫക്റ്റുകളൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. നമ്മൾ ആ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്ന പ്രൊജക്റ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസംബർ 1 തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ്. ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ ലാസ്റ്റ് ഒരു റെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ റെഡ് ലൈനത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് എൻഡ് വരാൻ കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ലാസ്റ്റ് ഞാൻ ഈ പറഞ്ഞ ടൈമിൽ മുതൽ ഒരു ഫാമിലി ഫോട്ടോയും കൊടുക്കുക. അതായത് ആദ്യം സ്ഥലത്ത് മുഴുവൻ നമ്മൾ കുട്ടിയുടെ ഫോട്ടോ മാത്രം കൊടുത്തിട്ടാണെങ്കിൽ 22 സെക്കൻഡ് 58 മില്ലി സെക്കൻഡ് മുതൽ നമ്മൾ അതായത് അച്ഛനും അമ്മയും ഉള്ള ഒരു ഫോട്ടോയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എൻഡ് വരെ. ആദ്യം മുതൽ ഫോട്ടോ ആഡ് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് വന്നിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയ ചെല്ലുക. നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗാലറിയിലെ കുട്ടിയുടെ ഫോട്ടോ ഓരോന്നൊരു ആഡ് ചെയ്ത് കൊടുക്കുക. ചെറിയ ഫോട്ടോ ആണെങ്കിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഫുൾ സ്ക്രീൻ തന്നെ ആക്കി കൊടുക്കുക. ആ ഫോട്ടോയുടെ ലെങ്ത് എന്ന് പറയുന്നത് നെക്സ്റ്റ് റെഡ് ലൈനിൽ എത്തിക്കുക. അതിനുശേഷം ഓട്ടോമാറ്റിക് ഓപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കറക്റ്റായിട്ട് ഓരോ ഫോട്ടോ ആയിട്ട് നമ്മളിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക. നെക്സ്റ്റ് റെഡ് ലൈനിൽ എത്തിക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് എൻഡ് വരെ അല്ല, ലാസ്റ്റ് ഫോട്ടോ കൊടുക്കരുത്. 22 സെക്കൻഡ് 58 മില്ലി സെക്കൻഡ് വരെയുള്ള സ്ഥലത്ത് ഇതുപോലെ കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. പറഞ്ഞ മനസ്സിലായല്ലോ. ചെറിയ ഫോട്ടോ ആണെങ്കിൽ ഇതുപോലെ കറക്റ്റായിട്ട് ഡ്രാഗ് ചെയ്ത് ഫുൾ സ്ക്രീൻ തന്നെ ആക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഫോട്ടോ ആഡ് വെക്കുക. ഇപ്പം നമുക്ക് ഫോട്ടോ കുറവായതുകൊണ്ട് ഞാൻ വീണ്ടും കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ആഡ് ചെയ്യുന്ന ഫോട്ടോ ഒരുപാടുണ്ടെങ്കിൽ ഇതുപോലെ കറക്റ്റായിട്ട് ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് 22 സെക്കൻഡ് 58 മില്ലി സെക്കൻഡിന് ശേഷം നമ്മളുടെ ഫാമിലി ഫോട്ടോ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ആ ഫോട്ടോയുടെ ലെങ്ത് എന്ന് പറയുന്നത് നെക്സ്റ്റ് എൻഡ് വരെയും കറക്റ്റായിട്ട് കൊടുക്കുക. അതിനകത്ത് ഇടയ്ക്കൊക്കെ റെഡ് ലൈനുണ്ട്, അത് ശ്രദ്ധിക്കേണ്ട. എൻഡ് വരെയും കറക്റ്റായിട്ട് കൊടുക്കുക. 22 സെക്കൻഡ് 58 മില്ലി സെക്കൻഡ് മുതൽ ലാസ്റ്റ് എൻഡ് വരെയും കറക്റ്റായിട്ട് കൊടുക്കുക. കൊടുത്ത ശേഷം നമുക്ക് ഫോട്ടോയ്ക്ക് മൂവിങ് കൊടുക്കണം. അതിനായിട്ട് മൂവ് ആൻഡ് ആർസ്റ്റോപ്പിലാണ് മൂവിങ് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ഫസ്റ്റിലത്തെ ഫോട്ടോ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇതിനകത്ത് മൂവ് ആൻഡ് ആർസ്റ്റോ ക്ലിക്ക് ചെയ്യാനായിട്ട് മൂവ് ആൻഡ് ആർസ്റ്റോ സെലക്ട് ചെയ്യുക. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ എല്ലാ ഫോട്ടോയ്ക്കും ടൈൽസ് എഫക്റ്റ് എന്ന എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. TIL കൊടുത്താൽ മതി, ടൈൽസ് എഫക്റ്റ് കാണാൻ സാധിക്കും. എന്നാൽ താഴെ കൊടുത്തിരിക്കുന്ന മിററും കൂടി ഓണാക്കി കൊടുക്കുക. മിറർ ഓണാക്കി കൊടുക്കുക. പറഞ്ഞ മനസ്സിലല്ലോ. എല്ലാ ഫോട്ടോയും കൊടുക്കണം, അത് ശ്രദ്ധിക്കുക. പക്ഷേ മൂവ് ആൻഡ് ആർസ്റ്റോ എടുക്കുക. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ ഫോട്ടോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് മൂവ് ചെയ്യേണ്ടത്. റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ടാണ് മൂവ് ചെയ്യേണ്ടത്. റൈറ്റ് സൈഡിൽ വെച്ച ശേഷം ആദ്യം സ്റ്റാർട്ടിങ്ങിൽ കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് മാറ്റിയ ശേഷം ഫോട്ടോ കറക്റ്റ് സെൻറ്റർ വരുന്ന ഇത് വെക്കുക. അതിനുശേഷം ആ ഫോട്ടോയുടെ എൻഡ് എത്തിയ ശേഷം കുറച്ചുകൂടി ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. ഈ റെഡ് ലൈൻ കാണുന്നത് ഇതാണ് സെൻറ്റർ എന്ന് പറയുന്നത്. ഇതുപോലെ കറക്റ്റായിട്ട് മൂവ് ചെയ്യുക. ഇപ്പം നിങ്ങൾ പ്ലേ ചെയ്യുന്നിടത്ത് ഫോട്ടോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് സ്ലോയിൽ മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. സ്റ്റാർട്ടിങ്ങിൽ സ്പീഡിലും അതിനുശേഷം സ്ലോയിലും ആയിരിക്കും മൂവ് ചെയ്യുന്നത്. ഇതിന് ശേഷം നെക്സ്റ്റ് ഫോട്ടോ നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് മൂവ് ചെയ്യേണ്ടത്. ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് മൂവ് ചെയ്യണം. അതിനായിട്ട് ഫോട്ടോ ഫുള്ളായിട്ട് കുറച്ച് ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഡ്രാഗ് ചെയ്ത് വെക്കുക. വെച്ച ശേഷം മൂവിങ് കൊടുക്കുക. അതായത് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക, അത് സ്റ്റാർട്ടിങ്ങിൽ വെക്കുക. അതൊന്നും ചെയ്യരുത്. സ്റ്റാർട്ടിങ്ങിൽ വെച്ച ശേഷം രണ്ടാമത് കൊടുക്കുന്ന കീ സിമ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് കീ സിമ്പിൾ ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. രണ്ടാമത്തെ കീ സിമ്പിൾ ആഡ് ചെയ്ത ശേഷം കുറച്ച് മൂവ് ചെയ്യുക. ഇങ്ങനെ കുറച്ച് മൂവ് ചെയ്യുക. അതിനുശേഷം എൻഡ് എത്തിയ ശേഷം കുറച്ചുകൂടി മൂവ് ചെയ്യുക. പറഞ്ഞ് മനസ്സിലായല്ലോ.
ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അതിനുശേഷം ആ ഫോട്ടോയ്ക്കെല്ലാം ടൈൽസ് എഫക്റ്റ് കൂടി ആഡ് ചെയ്താൽ ശ്രദ്ധിക്കുക. ടൈൽസ് എഫക്റ്റ് കൊടുക്കുക, മിറർ കൂടി ഓണാക്കി കൊടുക്കുക. ഈ 2 എഫക്റ്റ് മാത്രം. ഇത് ആദ്യത്തെ ഫോട്ടോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും രണ്ടാമത്തെ ഫോട്ടോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടുമാണ് മൂവ് ചെയ്തത്. ഈ എഫക്റ്റ് കോപ്പി എടുത്തിട്ട് ബാക്കിയുള്ള ഫോട്ടോയിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, കോപ്പി ലെയർ സെലക്ട് ചെയ്യുക. ആദ്യത്തെ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ലെയർ സെലക്ട് ചെയ്ത ശേഷം സെക്കൻഡ് ഫോട്ടോ കൊടുക്കരുത്, അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പേജ് സ്റ്റൈൽ കാണുന്ന ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം കളറിങ് ടൈമും എനേബിൾ ചെയ്ത ശേഷം ചെയ്യുക. അതിനുശേഷം പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ കംപ്ലീറ്റ് എഫക്റ്റും അവിടെ ആഡായിട്ട് ലഭിക്കുന്നതാണ്. കാണുന്നുണ്ടല്ലോ. അതിനുശേഷം ഫോട്ടോ നേരെയല്ല എങ്കിൽ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് മാത്രം നേരെയാക്കി കൊടുക്കുക. അതിനുശേഷം ഇതിനകത്ത് നമുക്ക് ഫോട്ടോ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ സൂം ഔട്ടാക്കി കൊടുത്താലും കറക്റ്റായിട്ട് അടിച്ചിട്ട് കളർ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് ഈ കൊടുക്കുക. നെക്സ്റ്റ് ഫോട്ടോ കൊടുക്കരുത്, അത് കഴിഞ്ഞ ഫോട്ടോ. ഇപ്പോൾ നമുക്കൊരു ഫോട്ടോ സ്പ്ലിറ്റ് ആയി പോയിട്ടുണ്ട്. ഞാനിങ്ങനെ ഒറ്റ ലൈനിലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ആ ഓരോ ലൈനകത്ത് ഓരോ ഫോട്ടോ ഇത് കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ 2 ആക്കിയെന്നുള്ളൂ. നെക്സ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കരുത്, അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് സ്റ്റൈലും കൊടുക്കുക. ആദ്യത്തെ ഫോട്ടോയിൽ മാത്രം കളറിങ് ടൈം കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത് മനസ്സിലായല്ലോ. അതിനുശേഷം നെക്സ്റ്റ് ഫോട്ടോ കൊടുക്കരുത്, അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോ. ഒന്നിവിടെ ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ക്ലിക്ക് ചെയ്യുക, ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ആയി കൊടുക്കുക. ആദ്യത്തെ ഫോട്ടോയിൽ നിന്ന് കോപ്പി എടുത്ത എഫക്റ്റ് അപ്ലൈ ചെയ്യാത്ത കളറിങ് ടൈം കൊടുക്കാൻ മറന്നു പോകരുത്. പറഞ്ഞ മനസ്സിലല്ലോ. ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക. ഇതുപോലെ കൊടുത്ത ശേഷം ഇനി ബാക്കി രണ്ടാമത്തെ ഫോട്ടോ. നമ്മൾ രണ്ടാമത്തെ ഫോട്ടോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റോട്ടല്ല മൂവ് ചെയ്യുന്നത്. അതും ഇതുപോലെ തന്നെ കോപ്പി എടുക്കുക. ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം മുമ്പ് പറഞ്ഞ പോലെ തന്നെ കോപ്പി ലെയർ സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ഇടയ്ക്ക് വിട്ടിട്ടുള്ള ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോയിൽ മാത്രം അപ്ലൈ കൊടുക്കുക. ആദ്യത്തെ ഫോട്ടോയിൽ മാത്രം ക്ലിക്ക് ചെയ്ത ശേഷം പേസ്റ്റ് ചെയ്യണം. ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കളറിങ് ടൈമും എനേബിൾ ചെയ്ത ശേഷം പേസ്റ്റ് ലെയർ കൊടുക്കുക. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് എഫക്റ്റ് അവിടെ ലഭിക്കുന്നതാണ്. ബാക്കി നമ്മൾ ഇടയ്ക്ക് വിട്ടിരിക്കുന്ന ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് അതിൽ കൊടുത്താൽ മാത്രം മതി. നേരെ അല്ല എങ്കിൽ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് മാത്രം ഫോട്ടോ നേരെയാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക. ബാക്കി ക്ലാസ് ഫാമിലി ഫോട്ടോയിൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യിക്കാം. അത് നമുക്ക് എങ്ങനെ ഇഷ്ടാനുസരണം ലെഫ്റ്റോ റൈറ്റോ ലാസ്റ്റ് ഫോട്ടോ നമുക്ക് കൊടുത്തിട്ടില്ല ഫാമിലി ഫോട്ടോയിനകത്ത്. അത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കൊരു എഫക്റ്റ് ഇത് ഏതെങ്കിലും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റോട്ട് എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യിക്കാം. ഞാനിവിടെ ഓൾറെഡി ഞാൻ ചെയ്ത് കാണിക്കുകയാണ്. കുറച്ച് മൂവ് ചെയ്യിക്കുക. മുമ്പ് പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് നോക്കിയാൽ മതി. ലാസ്റ്റ് ആദ്യത്തെ മാത്രം 2 കീസ് മേലെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലാസ്റ്റ് കുറച്ച് മൂവ് ചെയ്യിക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്യുക. പറഞ്ഞ മനസ്സിലായല്ലോ. ടൈൽസ് എഫക്റ്റ് ഒരു അടി വെക്കുക, ശ്രദ്ധിക്കുക, അത് മറന്നു പോകരുത്. കൊടുത്ത ശേഷം നമുക്കിനി ബാക്കി എഫക്റ്റ് എടുക്കുന്ന ടൈൽസ് എഫക്റ്റ് ആഡപ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ടൈൽസ് എഫക്റ്റ് വഴി ആഡ് ചെയ്ത് കൊടുക്കുക. മിററും കൂടി ഓണാക്കി കൊടുക്കുക. കൊടുത്ത ശേഷം നമുക്കിനി സ്റ്റാർട്ടിങ് വന്ന ശേഷം ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഞാൻ ഹൈഡാക്കി വെച്ചിട്ടുണ്ട്. ഹൈഡാക്കുക. പ്ലേ ചെയ്യുന്നത് നമുക്ക് ഇതുപോലെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും ഇതുപോലെ സ്ലോയും മൂവ് ചെയ്യുന്ന സാധിക്കുന്നതാണ്. ബ്ലർ എഫക്റ്റ് ആഡ് ചെയ്യേണ്ട പറഞ്ഞാൽ അതിന് മുമ്പായിട്ട് നമുക്ക് ലാസ്റ്റ് വന്ന ശേഷം ഇവിടെ ഏറ്റവും താഴെ അതായത് 22 സെക്കൻഡ് 58 മില്ലി സെക്കൻഡ് ശരി റെക്റ്റാങ്കിൾ കൊടുത്തിട്ടുണ്ട്. അത് ഡ്രാഗ് ചെയ്തിട്ട് ലോങ് പ്രസ് ചെയ്തിട്ട് മുകളിൽ ഏറ്റവും ടോപ്പിൽ കൊണ്ടുവെക്കുക. അപ്പോൾ നമുക്ക് താഴെ ബ്ലാക്ക് ബോർഡർ ലഭിക്കുന്നത്. അതിനുശേഷം അടുത്ത റെഡ് ലൈൻ അതായത് ഏകദേശം ഒരു 2803 അതിനുശേഷം ഒരു ഗ്രൂപ്പ് കൊടുത്തിട്ട് ആ ഗ്രൂപ്പും ക്ലിക്ക് ചെയ്ത് ഏറ്റവും ടോപ്പിൽ കൊണ്ടുവെക്കുക. കൊടുത്ത ശേഷം ഹാപ്പി ബർത്ത്ഡേ നെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. ആ ഗ്രൂപ്പ് നമുക്ക് എഡിറ്റ് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം താഴെ എഡിറ്റ് ഗ്രൂപ്പ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നെയിം കൊടുക്കുന്ന സ്ഥലമുണ്ട്. നെയിം ക്ലിക്ക് ചെയ്ത ശേഷം എഡിറ്റ് ശേഷം എടുക്കുക. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ നെയിം കുട്ടിയുടെ നെയിം കറക്റ്റായിട്ട് കൊടുക്കുക. ഇതിന് യൂസ് ചെയ്യുന്ന ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് ഡൗൺലോഡ് ചെയ്യുക. VPN കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് കിട്ടാത്തവർ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കെല്ലാം ക്ലിയർ ആയിട്ട് ഇനി നമുക്ക് ബ്ലർ എഫക്റ്റ് കാണുന്നു പ്രിവ്യൂ കണ്ടവർക്ക് മനസ്സിലാകും. ആ ബ്ലർ എഫക്റ്റ് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് വന്ന ശേഷം താഴെയായിട്ട് സോങ്ങിന് ജസ്റ്റ് മുകളിലായിട്ട് ഒരു റെക്റ്റാങ്കിൾ കൊടുത്തിട്ടുണ്ട്. അത് ഹൈഡായിരിക്കും വയ്ക്കുന്നത്, അൺഹൈഡാക്കി മാറ്റുക. അതിനുശേഷം അൺഹൈഡാക്കി എന്ന് വെച്ചാൽ ഹൈഡാക്കി കഴിഞ്ഞാൽ നമുക്ക് ലാഗ് വരും, അതിന് വേണ്ടിയാണ് അൺഹൈഡാക്കി വയ്ക്കുന്നത്. ഫോട്ടോയുടെ ജസ്റ്റ് മുകളിലായിട്ട് വെക്കുക. അതിനുശേഷം ആ റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്യുക. ആ റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്ത ശേഷം കോപ്പി ലെയർ സെലക്ട് ചെയ്ത ശേഷം ഓരോ റെഡ് ലൈനകത്തും വന്ന ശേഷം പേസ്റ്റ് ലെയർ കൊടുക്കുക. ഇങ്ങനെ പേസ്റ്റ് ലെയർ കൊടുത്ത ശേഷം ടോപ്പ് ലൈൻ കാണുന്നത്
മാറ്റാൻ നേരത്ത് ഓരോ ലൈൻ എത്തിയ ശേഷം ഇത് കട്ട് ചെയ്ത് കാണണം. കറക്റ്റായിട്ട് കട്ട് ചെയ്യുന്ന മതി. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീണ്ടും പേസ്റ്റ് ലെയർ കൊടുക്കുക. അടുത്ത ഫോട്ടോ നോക്കുന്നത് നെക്സ്റ്റ് ഇതുപോലെ എത്തിയ ശേഷം ഇതുപോലെ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീണ്ടും പേസ്റ്റ് ലെയർ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ലൈൻ എത്താത്തത് ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. ഇതുപോലെ എൻഡ് വരാൻ കറക്റ്റായിട്ട് കൊടുക്കുക. ഫാമിലി ഫോട്ടോയ്ക്ക് ഫുള്ളായിട്ട് ഇത് കൊടുക്കുക. ഇതുപോലെ ഓരോ ഫോട്ടോയുടെ മുകളിലായിട്ട് ഇതുപോലെ പേസ്റ്റ് ലെയർ കൊടുക്കുക. അതിനുശേഷം ഓരോ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കളയുക. ഇതുപോലെ വീണ്ടും നമ്മൾ പേസ്റ്റ് ലെയർ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ലൈനകത്ത് ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. ഇതുപോലെ പേസ്റ്റ് ലെയർ കൊടുക്കുക, കട്ട് ചെയ്ത് കളയുക. ബാക്കി എക്സസൈസ് നിൽപ്പുണ്ടെങ്കിൽ മാത്രം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഫാമിലി ഫോട്ടോയ്ക്ക് 22 സെക്കൻഡ് മുതൽ 58 മില്ലി സെക്കൻഡ് മുതലാണ് ഫാമിലി ഫോട്ടോ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ കറക്റ്റായിട്ട് എത്തേണ്ട കാര്യമില്ല. ഏകദേശം ഇവിടം വരെ ആയിട്ട് നമ്മൾ ജസ്റ്റ് ബേസ് ചെയ്ത് കൊടുത്താൽ മതി. ആ ലെങ്ത് തന്നെ മാത്രം മതി. ഇത്തരം ചെയ്യുന്നത് നമ്മൾ അവർക്ക് കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീഡിയോസിനകത്ത് ഫുൾ HD ഓപ്ഷൻ ഉണ്ട്. സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജിനകത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ. താങ്ക് യു ഓൾ.